നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. റോഡ് വികസനത്തിന് മുഖ്യ തടസ്സം മഴയാണ്. മഴ കഴിഞ്ഞാലുടൻ റോഡ് നവീകരണവും ടാറിങ്ങുമൊക്കെ തുടങ്ങുമെന്ന് ഒരിക്കൽ മുഹമ്മദ് റിയാസിൻ്റെ പ്രസംഗം. തൊട്ടു പിന്നാലെ ജയസൂര്യയാണ് പ്രസംഗത്തിനൊരുങ്ങിയത്. മഴയാണ് തടസ്സമെന്നത് ജനം അറിയേണ്ടെന്നായിരുന്നു ജയസൂര്യയുടെ പ്രസംഗം. അങ്ങനെയെങ്കിൽ ചിറാപ്പുഞ്ചിയിൽ റോഡ് കാണില്ലല്ലോ എന്ന ഈ ജയസൂര്യ. മുഹമ്മദ് റിയാസ് ചമ്മിനാറി. കേരളത്തിലെ ജനങ്ങൾ കൈയടിച്ചു. സിനിമയ്ക്കപ്പുറം കയ്യടി നേടിയ ജയസൂര്യ പലപ്പോഴും ഹീറോ പരിവേഷത്തോടെയാണ് സിനിമയ്ക്കകത്തും പുറത്തുമൊക്കെ ജീവിച്ചത്. റോഡ് നികുതി അടയ്ക്കുന്നവർക്ക് നല്ല റോഡ് വേണമെന്നും മോശം റോഡുകളിൽ വീണു മരിച്ചാൽ ആര് സമാധാനം പറയുമെന്നും ജയസൂര്യ ചോദിച്ചു. അതൊക്കെ പഴയ കാലം. ഇന്ന് അതേ ജയസൂര്യക്കെതിരെ ഇപ്പോൾ രണ്ടാമത്തെ കേസും പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഒരേ തലത്തിലുള്ള രണ്ട് സ്ത്രീ പീഡനങ്ങൾ. പീഡനത്തിൻ്റെ ലൊക്കേഷന് മാത്രമാണ് വ്യത്യാസം. ടോയ്ലറ്റിന് മുന്നിൽ നിൽക്കുന്ന നടികളെ കടന്നുപിടിക്കുകയും അവരുടെ ചുണ്ടിൽ ചുംബിക്കുകയും ചെയ്യുന്ന നടൻ. ഈ രണ്ട് നടികൾക്ക് മാത്രമല്ല, സിനിമാ മേഖലയിലെ മറ്റു ചിലർക്കും ഇത്തരം അനുഭവങ്ങൾ ജയസൂര്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് സിനിമാ വൃത്തങ്ങളിലെ ചിലർ അടക്കം പറയുന്നു. കൊച്ചിയിലുള്ള നടിയും അതുതന്നെയാണ് പറയുന്നത്. കൂടുതൽ പേർ ജയസൂര്യക്കെതിരെ പരാതിയുമായി എത്തും. ഒരേ സ്വഭാവമുള്ള രണ്ട് പീഡനങ്ങളാണ് ജയസൂര്യക്കെതിരെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം ജയസൂര്യക്ക് ലഭിക്കുക അത്ര എളുപ്പമല്ല. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മുൻപ് ഇതേ നടി ജയസൂര്യയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറഞ്ഞിരുന്നില്ല. ജയസൂര്യ ആണെന്നും അല്ലെന്നുമൊക്കെ സിനിമാ വൃത്തങ്ങളിൽ വലിയ തർക്കങ്ങളും നടന്നിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ തൊടുപുഴയിലെ പീഡകനും ജയസൂര്യ എന്ന് തെളിയുന്നു. തിരുവനന്തപുരത്തുള്ള നടിയുടെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കരമന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുന്നു. തൃശൂർ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ജയസൂര്യയുടെ ഈ കേസ് അന്വേഷിക്കുക. പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കേസ് അത്ര നിസ്സാരമല്ല എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. ജയസൂര്യക്കെതിരെ കൊച്ചി സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ കേസെടുത്തതിന് തൊട്ടു പിന്നാലെ പുതുതായി രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ കേസ്. 2008 ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ച് ജയസൂര്യ കടന്നുപിടിച്ചുവെന്നായിരുന്നു ആദ്യം ജയസൂര്യക്കെതിരെ ഉയർന്ന പരാതി. പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പരാതിക്കാരിയുടെ വിശദമായ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. മൊഴിയിൽ ജയസൂര്യക്കെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുണ്ടായിരുന്നു. സിനിമയുടെ ഭാഗം ചിത്രീകരിച്ചത് സെക്രട്ടേറിയറ്റിനുള്ളിൽ വെച്ച്. അതീവ സുരക്ഷാ മേഖലയായ സെക്രട്ടേറിയറ്റിനുള്ളിൽ വെച്ച് പീഡനം നടക്കുന്നുവെന്നത് അത്യന്തം ഗുരുതരമാണ്. മ്യൂസിയം പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്ത് പിന്നീട് അന്വേഷണ സംഘത്തിന് കൈമാറി. ലൈംഗിക അതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇപ്പോൾ ജയസൂര്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ നടന്ന സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരുടെയും മൊഴി കന്റോൺമെന്റ് പോലീസ് ഇനി രേഖപ്പെടുത്തും. ആദ്യ പരാതി കിട്ടിയതിന് തൊട്ടു പിന്നാലെ നടിയുടെ ആലുവയിലെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘം ചൊവ്വാഴ്ചയാണ് മൊഴിയെടുത്തത്. ഇതിന് പിന്നാലെ അടുത്ത കേസുകൂടി ജയസൂര്യയുടെ തലയിൽ വരുന്നതോടെ ജയസൂര്യ കൂടുതൽ കുരുങ്ങുമെന്ന് ഉറപ്പ്. ജയസൂര്യക്കെതിരെ 354, 354A, 509 എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പീഡനക്കേസിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി ഉടൻ തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ ഒന്നൊന്നായി മലയാളത്തിലെ ചില നടികൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആദ്യ വെളിപ്പെടുത്തലുകൾ ശക്തമായിരുന്നു. എന്നാൽ പുതുതായി അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി എത്തുന്നുണ്ട്. ആ പരാതിക്കാർ മാധ്യമങ്ങളെ സമീപിക്കുന്നില്ല. അന്വേഷണ സംഘത്തിന് മുന്നിൽ വന്ന പരാതികൾ പൂർണ്ണമായും രജിസ്റ്റർ ചെയ്തു തുടങ്ങിയെന്ന വിവരമാണ് പുറത്തു വരുന്നത്. യുവ കഥാകൃത്തിനെ ഉപദ്രവിച്ചുവെന്ന പരാതിയിൽ സംവിധായകൻ VK പ്രകാശിനെതിരെ ലൈംഗിക അതിക്രമ കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു. ലൈംഗിക ആരോപണ കേസിൽ ഉൾപ്പെട്ട മുകേഷിന് താൽക്കാലിക ആശ്വാസം ലഭിക്കുന്ന ഒരു കോടതി വിധി ഇന്നലെ ഉണ്ടായി. എങ്കിലും മുകേഷ് ഒട്ടും സേഫല്ല. സെപ്റ്റംബർ 3 വരെ മാത്രമാണ് മുകേഷിനെ അറസ്റ്റ് ചെയ്യുന്നത് കോടതി വിലക്കിയിരിക്കുന്നത്. എന്നാൽ മുകേഷിനെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നു വരുന്നു. കോടതി മുൻപാകെ മുൻ ഭാര്യ സരിതയുടെയും മേതിൽ ദേവികയുടെയും ഒക്കെ വെളിപ്പെടുത്തലുകൾ കൂടി ഹാജരാക്കേണ്ടതുണ്ട് സർക്കാർ. എന്നാൽ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടുകൾ തന്നെ സർക്കാർ തുടരുമോ എന്ന് കാത്തിരുന്ന് കാണാം. യുവനടി തനിക്കെതിരെ കൊടുത്ത പീഡന പരാതിയുടെ പകർപ്പും FIRഉം ആവശ്യപ്പെട്ടുകൊണ്ട് നടൻ സിദ്ദിഖ് കോടതിയെ സമീപിച്ചു. തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇപ്പോൾ അപേക്ഷ. ലൈംഗികാരോപണ പരാതിയെ തുടർന്ന്
ഇടവേള ബാബുവിനെതിരെയും ശക്തമായ പ്രതിഷേധങ്ങൾ കേരളത്തിൽ പ്രകടമാണ്. ഇപ്പോഴിതാ ഇരിങ്ങാലക്കുട നഗരസഭ ശുചിത്വ മിഷൻ അംബാസഡർ പദവി ഇടവേള ബാബു ഒഴിഞ്ഞിരിക്കുന്നു. ഇടവേള ബാബുവിനെതിരെയും ശക്തമായ മൊഴിയാണ് പരാതിക്കാരി അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നത്. മലയാളത്തിലെ വമ്പൻ താരനിര തന്നെയാണ് ഇപ്പോൾ ആക്ഷേപങ്ങളിലും പരാതിയിലും പെട്ട് ആകെ കുടുങ്ങിക്കിടക്കുന്നത്. കോടതി മാത്രമാണ് അവർക്കിനി ശരണം. അന്വേഷണ സംഘം അതിശക്തമാണ്. സാധാരണ പോലീസിന് മുന്നിലെത്തുന്ന ഒരു പരാതി പോലെ ആയിരിക്കില്ല ഈ കേസുകൾ. കൂടുതൽ ഗൗരവത്തോടെ അന്വേഷണ സംഘം കേസുകളെ നോക്കിക്കാണുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കോടതിയിൽ വലിയ തോതിൽ ചർച്ചയാകും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തന്നെയാവും വലിയ പ്രാധാന്യത്തോടെ ഈ കേസുകളുമായി കോടതി ചേർത്ത് വയ്ക്കുന്നത്. ഏറ്റവും വലിയ കുരുക്കിലേക്കാണ് സിദ്ദിഖും മുകേഷുമൊക്കെ പതിച്ചിരിക്കുന്നത്. സിദ്ദിഖിനെതിരെ നിർണായകമായ പല തെളിവുകളും ഇപ്പോഴും ഭദ്രമായി തന്നെ മസ്കറ്റ് ഹോട്ടലിലുണ്ട്. സിദ്ദിഖിൻ്റെ മുറിയും ആ മുറിയിലേക്ക് കടന്നു വന്ന യുവനടിയുടെ പേരുമൊക്കെ രജിസ്റ്ററിൽ എഴുതി വച്ചിട്ടുണ്ട്. സിനിമയിലെ നടീനടന്മാർക്ക് ഏതെങ്കിലുമൊക്കെ കേസിൽപ്പെടുകയെന്ന് വെച്ചാൽ തങ്ങളുടെ കരിയറിനെ ബാധിക്കുന്ന വലിയ പ്രശ്നമാണ്. മിക്കവാറും കോടതികളിൽ ഹാജരാകണം. ഓരോ തവണയും മാധ്യമ വിചാരണയും ഇങ്ങനെ തുടരും. ഇമേജിന് എന്തെങ്കിലുമൊക്കെ കോട്ടം തട്ടിയാൽ അത് സിനിമകളിൽ നിന്ന് കൂട്ടത്തോടെയുള്ള ഒഴിവാക്കലുകൾക്കും കാരണമാകും. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നതാണ് ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ആവശ്യം. ജയസൂര്യക്കെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതികൾ അത്യന്തം ഗൗരവതരമാണ്. കൂടുതൽ പരാതികൾ കൂടി ജയസൂര്യക്കെതിരെ ഉയർന്നു വരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ജയസൂര്യയുടെ കരിയറും കട്ടപ്പുക. പരാതിക്കാർക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണങ്ങൾ തൊടുത്തുവിടുന്നുണ്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന്. പരാതിക്കാർക്കെതിരെയുള്ള പരാതികൾ പോലീസിന് മുന്നിലുണ്ട്. എന്നാൽ മൊഴി നൽകിയ പരാതി നൽകിയ ഈ നടികൾക്കെതിരെയുള്ള പരാതികൾ പലതും തട്ടിക്കൂട്ടാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞ അവസ്ഥ. മുകേഷിനെ ഒരു വിധത്തിലും സംരക്ഷിക്കേണ്ട എന്ന നിലപാടിലാണിപ്പോൾ CPM-ഉം സർക്കാരുമൊക്കെ. അതിലപ്പുറം ജയസൂര്യയെപ്പോലുള്ളവർക്കാണ് ഏറ്റവും വലിയ പടുവീഴ്ചകൾ ഇനി കാത്തിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.